ഇന്നത്തെ ന്യൂസ് അജണ്ട നോക്കാം അല്ലേ? നമ്മുടെ റിപ്പോർട്ടർമാർ റെഡിയാണ്. തിരുവനന്തപുരത്ത് നിന്നും അഖിൽ പാലോട്ടുമടം, കൊച്ചിയിൽ നിന്നും മിഥുൻ മുരളിയും, കോഴിക്കോട് നിന്ന് ശ്രീജിത്ത് കെ ജിയും, ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണനും ചേരുന്നുണ്ട്. ആദ്യം നമ്മൾ ഗൗതത്തിലേക്കാണ് പോകുന്നത്. ഗൗതം, ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന വാർത്തകൾ എന്തൊക്കെയാണ്? നേരത്തെ രാവിലെ നമ്മൾ സൂചിപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രിയ സന്ദർശനം, അദ്ദേഹം ഓസ്ട്രിയയിൽ എത്തിക്കഴിഞ്ഞു. റഷ്യയ്ക്ക് സമാനമായി ഗംഭീരമായ സ്വീകരണം അദ്ദേഹത്തിന് ഓസ്ട്രിയയിലും ലഭിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ വരും. ഒപ്പം ഇന്നിപ്പോൾ 7 സംസ്ഥാനങ്ങളിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. വളരെ നിർണായകമായ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പുകളാണ്. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ പശ്ചിമ ബംഗാളിലെ 4 മണ്ഡലങ്ങൾ, ഹിമാചൽ പ്രദേശിലെ 3 മണ്ഡലങ്ങൾ, ഉത്തരാഖണ്ഡിലെ 2 മണ്ഡലങ്ങൾ, തമിഴ്നാട്, പഞ്ചാബ്, ബീഹാർ, അതോടൊപ്പം മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ 4 നിയമസഭാ മണ്ഡലങ്ങൾ. അങ്ങനെ 7 സംസ്ഥാനങ്ങളിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ വരുന്ന മണിക്കൂറുകളിൽ വരും. അതോടൊപ്പം തന്നെ കത്വയിൽ നിർണായകമായ ഓപ്പറേഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, 2 ദിവസങ്ങൾക്ക് മുൻപ് ഒരു ഭീകരാക്രമണം ഉണ്ടാവുകയും രാഷ്ട്രത്തിനു വേണ്ടി 5 സൈനികർ അവിടെ വീരമൃത്യു വരിക്കുകയും ചെയ്തു. അവർക്ക് നേരെ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയ പാക് ഭീകരർ അവരെ പിന്നീട് വനമേഖലകളിലേക്കും മറ്റും ഒളിച്ചിരിക്കുകയാണ്. അതിനാൽ കത്വയിൽ വളരെ നിർണായകമായ ഒരു ഓപ്പറേഷൻ ഡ്രോണുകളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് ഈ വനമേഖലയിൽ ഒളിച്ചിരിക്കുന്ന ഭീകരരെ തുരത്തുന്നതിന് വേണ്ടി അവിടെ സുരക്ഷാസേന നടത്തിക്കൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ റൈഫിൾസ്, അതോടൊപ്പം തന്നെ CRPF-ഉം ജമ്മു കശ്മീർ പോലീസും സംയുക്തമായി നടത്തുന്ന ഓപ്പറേഷനാണ് ഇന്നിപ്പോൾ പുരോഗമിക്കുന്നത്. ഈ 3 വാർത്തകളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാകും ഒരുപക്ഷെ വരുന്ന മണിക്കൂറുകളിൽ ഏറ്റവും പ്രധാനമായും ഡൽഹിയിൽ നിന്ന് വരിക. ശരി, ഇനി നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം. അവിടെ അഖിൽ പാലോട്ടുമടമുണ്ട്. അഖിൽ, ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നോക്കിക്കാണുന്നത് തുടച്ചു മാറ്റപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന രോഗം വരെ എത്തിയിരിക്കുന്നു എന്നാണ്. അതീവ ജാഗ്രത തന്നെയാണ്. മറ്റെന്തൊക്കെ വാർത്തകൾ എന്ന് പ്രതീക്ഷിക്കാം? രജനി, 2017 ഏറ്റവും അവസാനമായി കേരളത്തിൽ തന്നെ ഈ കോളറ ബാധിച്ചൊരു മരണം പോലും റിപ്പോർട്ട് ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും തലസ്ഥാനം ഒരു ഭീഷണിയിൽ അല്ലെങ്കിൽ ഒരു ഭയപ്പാടിൽ നിൽക്കുന്ന സ്ഥിതിയിലേക്ക് ഈ കോളറ ബാധിച്ചിട്ടുണ്ട്. ഞാൻ നിൽക്കുന്ന ഈ നെയ്യാറ്റിൻകരയിലാണ് അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ഇന്നലെ പരിശോധനയ്ക്കെടുത്ത 4 പേരുടെ പരിശോധനാ ഫലം ഇന്ന് വരുന്നുണ്ടാകും. അതിനോടൊപ്പം തന്നെ 5 പേരെ കൂടി ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റും എന്നതാണ് അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷനായി വരും മണിക്കൂറുകളിൽ ഉണ്ടാകുന്നത്. അതിനോടൊപ്പം നിയമസഭാ സമ്മേളനം നടക്കുന്നുണ്ട്. ഭരണപ്രതിപക്ഷ അംഗങ്ങൾ ഇന്നും അടിയന്തര പ്രമേയത്തിനു മേൽ വാഗ്വാദങ്ങൾ ഉണ്ടാകാൻ നിയമസഭയിൽ സാധ്യതയുണ്ട്. ഉച്ചയോടുകൂടി തന്നെ വിശാല നേതൃയോഗത്തിനു ശേഷം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ മാധ്യമപ്രവർത്തകരെ കാണുന്നുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസവും ഈ PSC നിയമനവുമായി ബന്ധപ്പെട്ട മുഹമ്മദ് റിയാസിന്റെ രാജി ആവശ്യം അടക്കം ഉന്നയിച്ചിരുന്നു. അക്കാര്യത്തിൽ സമരപ്രഖ്യാപനം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും തലസ്ഥാനത്ത് നിന്ന് ആരോഗ്യപരമായും രാഷ്ട്രീയപരമായുമുള്ള പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇന്ന് വരാനുള്ളത്. രജനി, അഖിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. വരും മണിക്കൂറുകളൊക്കെ തന്നെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം അത് നിർണായകം തന്നെയാണ്. സഭയുണ്ട്, മറ്റു വാർത്തകളൊക്കെ തന്നെയുണ്ട്. ഇനി കൊച്ചിയിലേക്കാണ് പോകാനുള്ളത്. അവിടെ നിന്നും മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, എന്തൊക്കെ വാർത്തകൾ ഇന്ന് നമുക്ക് മധ്യ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം? രജനി, എറണാകുളത്ത് നിന്നും രാവിലെ സംഭവിച്ചിരിക്കുന്ന വാർത്തകളിൽ പ്രധാനം മലയാറ്റൂർ എല്ലിത്തോടിൽ ജനങ്ങളുടെ പ്രതിഷേധം വന്യമൃഗ ശല്യത്തിനെതിരെ രൂക്ഷമായി ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ആന, കാട്ടുപന്നി തുടങ്ങിയ വന്യമൃഗങ്ങൾ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ, ഈ പ്രദേശത്തെ ആളുകൾ പ്രതിഷേധവുമായി രംഗത്തുണ്ടായിരുന്നു. ഇന്നലെ അർദ്ധരാത്രി ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയ ഒരു കുട്ടിയാന പ്രദേശത്തെ ഒരു കിണറ്റിൽ വീഴുന്ന സംഭവമുണ്ടായി. നാട്ടുകാർ വലിയ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ആനയെ കരയ്ക്ക് കയറ്റാൻ സാധിച്ചില്ല. പിന്നീട് കുട്ടിയാനയുടെ അമ്മ കാട്ടിൽ നിന്ന് എത്തി ആനയെ രക്ഷിച്ച് കാട്ടിലേക്ക് 2 ആനകളും മടങ്ങി പോയിട്ടുണ്ട്. എന്നാലും പ്രതിഷേധം തുടരുകയാണ്. നാട്ടുകാർ വലിയ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. ഈ പ്രതിഷേധം സംബന്ധിച്ചുള്ള അപ്ഡേറ്റുകൾ വരും മണിക്കൂറുകളിൽ ഉണ്ടാകും. ഹൈക്കോടതി വാർത്തകൾ നോക്കുകയാണെങ്കിൽ 2 പ്രധാന വിഷയങ്ങൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. അതിൽ പ്രധാനം മഞ്ഞുമൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട ഒരു കേസാണ്. വഞ്ചനാക്കുറ്റം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ നിർമ്മാതാക്കൾ നൽകിയിരിക്കുന്ന ഹർജിയാണിത്. കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി നേരത്തെ പറഞ്ഞിരുന്നു. മറ്റൊരു പ്രധാന വിഷയം ഹൈക്കോടതി പരിഗണിക്കുന്നത് ഈ വാഹനങ്ങളിൽ രൂപമാറ്റം നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള കേസാണ്. നേരത്തെ ആകാശ് തില്ലങ്കരി വാഹനത്തിൽ രൂപമാറ്റം നടത്തി നമ്പർ പ്ലേറ്റ് ഇല്ലാതെ സീറ്റ് ബെൽറ്റ് ഇല്ലാതെ വാഹനം ഓടിച്ചത്, ജീപ്പ് ഓടിച്ചതുമായി ബന്ധപ്പെട്ട് സ്വമേധയാ കേസെടുക്കുമെന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാരുടെ വാഹനങ്ങളിൽ ബീപ്പ് ലൈറ്റുകൾ ഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. അപ്പോൾ ഈ 2 വിഷയങ്ങളും ചേർത്തുകൊണ്ടായിരിക്കും വാഹനങ്ങളുടെ രൂപമാറ്റം സംബന്ധിച്ചിട്ടുള്ള വിഷയം ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുക. എറണാകുളത്ത് നിന്നുള്ള മറ്റൊരു പ്രധാന കോടതി വാർത്ത, കഴിഞ്ഞ വർഷം ഉറങ്ങിക്കിടന്ന 8 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള വിചാരണ വിസ്താരം ഇന്ന് വീണ്ടും ആരംഭിക്കുന്നുണ്ട്.
ഈ തിരുവനന്തപുരം സ്വദേശിയായ ക്രിസ്ത്യൻ രാജാണ് കേസിലെ പ്രതി. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലായിരുന്നു കേസ് നടക്കുന്നത്. പെരുമ്പാവൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലാണ് കേസ് നടക്കുന്നത്. ഇതിന്റെ സംബന്ധിച്ചിട്ടുള്ള അപ്ഡേറ്റുകളും വരും മണിക്കൂറുകളിൽ ഉണ്ടാകും. ഈ കുണ്ടന്നൂർ തേവര പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ ഈ ചൊവ്വാഴ്ച പാലം അടച്ച് വെള്ളിയാഴ്ചയോടുകൂടി പൂർത്തീകരിക്കുമെന്ന് നേരത്തെ ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ അത് സംബന്ധിച്ചിട്ടുള്ള നടപടികൾ നീണ്ടുപോവുകയാണ്. മഴ മൂലമാണ് അറ്റകുറ്റപ്പണികൾ നീണ്ടു പോകുന്നതെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഈ വെള്ളിയാഴ്ചയോടുകൂടി രാത്രിയോടുകൂടി പാലം അടച്ച് തിങ്കളാഴ്ച രാവിലെയോടുകൂടിയായിരിക്കും നിലവിൽ അറിയിച്ചിരിക്കുന്ന തീരുമാനപ്രകാരം പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുകയും ഗതാഗതം നിരോധിക്കുകയും ചെയ്തിരിക്കുന്നത്. ജില്ലയിൽ സമീപ പ്രദേശങ്ങളിലും പനി ബാധിതരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതും ആശങ്കാജനകമായ ഒരു സാഹചര്യമായി നിലനിൽക്കുന്നു. എറണാകുളം ജില്ലയിലാണ് ഇതുവരെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഡെങ്കിപ്പനി ബാധിതരിൽ 1/5 ആളുകളും ഉള്ളത്. ഈ മാസം ആദ്യത്തെ ആഴ്ച തന്നെ 500-ലധികം ആളുകൾക്കാണ് ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഇത് സംബന്ധിച്ചിട്ടുള്ള അപ്ഡേറ്റുകളും ആശങ്കാജനകമായ ചില വാർത്തകളും എറണാകുളത്ത് നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. രജനി. ശരി, എന്തായാലും മിഥുനാണ് എറണാകുളത്തെ വാർത്തകൾ തന്നെ. എനിക്ക് തോന്നുന്നു കൂടുതൽ വാർത്തകളും ഈ ഹൈക്കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയായിരിക്കും. അതെല്ലാം വരും മണിക്കൂറിൽ ഇനി അറിയാം. കോഴിക്കോട്ടേക്കാണ് പോകുന്നത്. ശ്രീജിത്ത് KJ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, കോഴിക്കോടാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. വരും മണിക്കൂറിൽ അതൊക്കെ തന്നെ പ്രതീക്ഷിക്കാമല്ലേ? തീർച്ചയായും രജനി, ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ കണ്ണൂരിലുള്ള വാർത്ത ആകാശ് തില്ലങ്കേരിയുമായി ബന്ധപ്പെട്ടാണ്. 2 ദിവസമായി ഈ വിവാദങ്ങളിൽ നിറയുന്ന ആകാശ് തില്ലങ്കേരി വിഷയമാണ് ഇന്നും മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കാരണം ആകാശ് തില്ലങ്കേരിയുടെ ഈ ലൈസൻസ് റദ്ദാക്കാനുള്ള സസ്പെൻഡ് ചെയ്യാനുള്ള ശുപാർശ ഇന്നലെ വയനാട് നിന്നും ഉണ്ടായിരുന്നു. വയനാട് മോട്ടോർ വാഹന വകുപ്പ് കണ്ണൂർ മോട്ടോർ വാഹന വകുപ്പിന് നൽകിയിരുന്നു. എന്നാൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയപ്പോൾ ആകാശ് തില്ലങ്കേരിക്ക് ലൈസൻസ് ഉള്ളതായി കണ്ടെത്താൻ നിലവിൽ കണ്ണൂർ മോട്ടോർ വകുപ്പിന് കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കോടതിയിൽ റിപ്പോർട്ട് നൽകും. അതോടൊപ്പം തന്നെയാണ് മലപ്പുറത്തും ഇതുമായി ബന്ധപ്പെട്ട് ഈ വാഹനം കണ്ടെത്താനുള്ള പരിശോധന നടത്തിയിരുന്നു. ആകാശ് തില്ലങ്കേരി ഓടിച്ച ജീപ്പ് കണ്ടെത്താനുള്ള പരിശോധന നടത്തിയിരുന്നു. പക്ഷേ അത് കണ്ടെത്താൻ എന്തായാലും മലപ്പുറത്തുള്ള മോട്ടോർ വാഹന വകുപ്പിന് കഴിഞ്ഞിട്ടില്ല. അതാണ് മലപ്പുറത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അടുത്ത വയനാട്ടിലേക്ക് പോവുകയാണെങ്കിൽ വയനാട് തലപ്പുഴ മേഖല കേന്ദ്രീകരിച്ച് കമ്മ്യൂണിസ്റ്റ് മാവോയിസ്റ്റുകളെ കണ്ടെത്താനുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. തലപ്പുഴ മേഖലയിൽ 1 മാസത്തിലധികം ഈ മാവോയിസ്റ്റുകൾ തമ്പടിച്ചതായി കണ്ടെത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തണ്ടർബോൾട്ട് ആ പ്രദേശത്ത് വളരെ ഗൗരവകരമായി തന്നെ പരിശോധന നടത്തി വരികയാണ്. കാരണം 2 ആഴ്ച മുമ്പ് അവിടെ നിന്ന് കുഴിബോംബ് ഉൾപ്പെടെ കണ്ടെടുത്തിരുന്നു. കോഴിക്കോടേക്ക് വരികയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രധാന ചർച്ചാ വിഷയമായ PSC വിവാദമാണ്. PSC വിവാദവുമായി ബന്ധപ്പെട്ട് ഈ പ്രമോദിനെതിരെ CPM ഏരിയ കമ്മിറ്റി അംഗം പ്രമോദിനെതിരെ അന്വേഷണം ചിലപ്പോൾ വരാൻ സാധ്യതയുള്ളൂ. കാരണം ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഈ പ്രമോദിനെതിരെ വലിയ വിമർശനം ഉയരുന്നിരുന്നു. ഈ പ്രമോദിന് ബിസിനസ്സുകാരുമായും അതോടൊപ്പം തന്നെ ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായി വലിയ ബന്ധങ്ങളുള്ളതായി പാർട്ടി നേതാക്കൾ പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ഈ പ്രമോദിനെതിരെ നടപടി വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ശരി, അപ്പോ ശ്രീജിത്ത് നൽകുന്ന വാർത്തയിലേക്ക്, അല്ലെ കോഴിക്കോട് നിന്ന് കണ്ണൂരിൽ നിന്നും ഉള്ള പ്രധാന വാർത്ത ഇത് തന്നെയാണ്. ആകാശ് തില്ലങ്കേരിയുടെ മേൽ എന്ത് നടപടി ഉണ്ടാകുന്നു, അതുപോലെ തന്നെ PSC വിവാദം കത്തി നിൽക്കുന്നു. നമ്മൾ നേരത്തെ തന്നെ കൊടുത്ത വാർത്തയാണ്. സംസ്ഥാന സെക്രട്ടറി നടപടിയെടുക്കുമെന്ന് പറയുന്നു. ഒരു പ്രശ്നമില്ല, ഇത് നിങ്ങൾ മാധ്യമങ്ങൾ കാണുന്ന പോലെ ഒന്നുമില്ല എന്ന് ജില്ലാ സെക്രട്ടറി മോഹൻ പറയുന്നു. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യാന്നുള്ളത്. ഹാപ്പനിങ് ഹവേഴ്സിൽ ഇതിന്റെ ഓരോന്നായി വിശദാംശങ്ങൾ വരും എന്ന് പ്രതീക്ഷിക്കാം.